പ്രോൺസ് നമുക്ക് എങ്ങനെ വെച്ചാലും ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മൾ നല്ല ഫ്രൈ ചെയ്തിട്ട് മസാല ചേർത്താലും ഒക്കെ പ്രോൺസിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ അധികം മസാലയൊന്നും ഇല്ലാതെ ഒരു ലൈറ്റ് മാരിനേഷനൊക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക ഒരു രീതിയിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോൺസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആക്കിയിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് എരിവ് ഒരുപാട് ഉണ്ടാവില്ല, എന്നാലും കുറച്ച് എരിവും വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് രണ്ട് സൈഡും ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ ഒരു സൈഡ് കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 അല്ലി, ഒരു 4-5 എണ്ണം. ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആ ഒരു ബട്ടറിലും കൂടെ കിടന്നിട്ട് ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലേവറും കൂടെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു പ്രോൺസ് ഒക്കെ കുക്കായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു ഗാർലിക്കിൻ്റെയും ഒറിഗാനോൻ്റെയും ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മളിതിലേക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഗാർലിക്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ക്രീമും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. കൂടെ നമ്മളൊരു ചെറുനാരങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു തൊലി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫ്ലേവർ വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടെ കുറച്ച് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഡ്രോപ്പ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുകയാണേ. ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ കേട്ടോ. പൊറാട്ടയുടെ, നെയ്ച്ചോറിൻ്റെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങളതിൽ സെലറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.